الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. اللهم صل وسلم على نبينا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അഹ്ലുസുന്ന ആദർശ പ്രയാണം കൊപ്പം മണ്ഡലം സമ്മേളനത്തിൽ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, നേതാക്കന്മാരെ, പ്രാസ്ഥാനിക സഹോദരങ്ങളെ, ഈ വിളത്തൂര് പരിസരത്ത് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങൾ, പ്രദേശവാസികളായ സ്നേഹനിധികളായ രക്ഷിതാക്കൾ, വൈകുന്നേരം 5 മണി മുതൽ ആരംഭിച്ച് ഇൻഷാ അല്ലാഹ് അടുത്തൊരു പ്രഭാഷണത്തിനു വേണ്ടി കൂടെ നമ്മൾ സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, അഹ്ലുസുന്നയുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണ്, ആവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇട്ട് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനുഷ്യരെന്ന നിലക്ക് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള കാതും അതോടൊപ്പം തന്നെ കണ്ണും ഹൃദയവും എല്ലാം അള്ളാഹുവിൻ്റെ സത്യത്തെ, അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാനും പഠിക്കാനും കേൾക്കാനും ഉപയോഗിക്കേണ്ടവരാണ് നമ്മൾ. നമ്മൾ കന്നുകാലികളെപ്പോലെയാകാൻ പാടില്ല. ഒന്നും കേൾക്കില്ല, ചിന്തിക്കില്ല, പഠിക്കില്ല, മനസ്സിലാക്കില്ല, വായിക്കില്ല. അതുകൊണ്ടാണല്ലോ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെ നരകത്തിൽ നിറക്കുന്നതിൻ്റെ കാരണം പറഞ്ഞത് അവർ കാണില്ല, കേൾക്കില്ല, പഠിക്കില്ല, ചിന്തിക്കില്ല എന്ന് പറഞ്ഞത്. ഉലൈകക്കല്ലൻആം ബൽഹും മദൽ, അവർ കന്നുകാലികളെപ്പോലെയാണ്, അതിനേക്കാൾ പിഴച്ചവർ. എന്നാൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവൻ്റെ ചിന്താശേഷി, അവനത് ചിന്തിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കേണ്ടവനാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ സൂറത്തുൽ അൻഫാലിൻ്റെ 22-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിൻ്റെ അടുത്ത് തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായവർ ആരാണ്? ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാകുന്നു. ഏറ്റവും മോശപ്പെട്ട ആളുകളായിക്കൊണ്ട് വിലയിരുത്തപ്പെട്ടത് അവരെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് ഇസ്രായിൻ്റെ 36 പറയാണ്, നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായ ഈ കാഴ്ചയുണ്ടല്ലോ, കേൾവിയുണ്ടല്ലോ, ചിന്താശേഷിയുണ്ടല്ലോ, ഇത് അള്ളാഹിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ടാകും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. കാണുന്നതെല്ലാം ദീനാണ് നീ വിചാരിക്കരുത്. ഭൂരിഭാഗം ചെയ്യുന്നതെല്ലാം ദീനാണെന്ന് നീ തെറ്റിദ്ധരിച്ചു പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും അറബിയിലങ്ങ് പറയുമ്പോഴത്തേക്ക്, വായിക്കുമ്പോഴത്തേക്ക് അതൊക്കെയാണ് ദീനെന്ന് നീ ധരിച്ചു പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തീർച്ചയായും നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്തകൾ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അതാ അവിടെ എത്തുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ബോധമാണ് മനുഷ്യരായ നമുക്കൊക്കെ അടിയന്തിരമായി അത്യാവശ്യമായി വേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലെ പല മനുഷ്യരുടെയും അവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഞാൻ ചിന്തിക്കാനില്ല, ഞാൻ കേൾക്കാനില്ല, ഞാൻ പഠിക്കാനൊന്നുമില്ല, എൻ്റെ പണി എന്താ?
എൻ്റെ പൂർവികന്മാർ, ബാപ്പക്കാരനോമാർ, എൻ്റെ നേതാക്കന്മാരൊക്കെ അവരൊക്കെ എങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ അങ്ങ് ജീവിക്കാം. അവർ ശരിയാണെങ്കിൽ ശരി, അവർ തെറ്റാണെങ്കിൽ തെറ്റ്, അവർ സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ, അവർ നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്തിൽ. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ അത്തരം ആളുകളെ പറ്റി പറയുന്നുണ്ട്. വഇദാ ഖീല ലഹുമുത്തബിഊ മാ അൻസലല്ലാഹ്, നിങ്ങൾ ഈ അള്ളാഹു അവതരിപ്പിച്ച ഈ വഹീന്റെ സന്ദേശത്തിലേക്ക് വാ, ഇതിലുള്ള പോലെ ജീവിക്കുക, ഇത് പഠിക്കുക, ഇത് പകർത്ത് എന്ന് പറഞ്ഞാൽ ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, അത് വേണ്ട, വഹീൻ്റെതായ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട, നബി പഠിപ്പിച്ചതായ സുന്നത്ത് വലിയ താല്പര്യം ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യവും ഉള്ളതേതാ? ഞങ്ങളെ പൂർവ്വപിതാക്കന്മാർ അവരെന്തായിരുന്നു? അവർ പഠിച്ചവരാണോ? അവർക്ക് ബോധ്യമുള്ളവരാണോ? അവർ ആലിമീങ്ങളാണോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവരുടെ മാർഗമാണ് സ്വീകരിക്കുന്നത്. ഖുർആൻ ചോദിക്കുകയാണ്, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ആ പിതാക്കന്മാർ ചിന്തിക്കാത്തവരും സന്മാർഗം നേടാത്തവരുമാണെങ്കിലോ, അവരാ അവസ്ഥയിലാണെങ്കിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ മാർഗം തെരഞ്ഞുപിടിക്കാൻ പറ്റുക? പല ആളുകളോടും ഇതേ ആശയം വരുന്ന ആയത്തുകൾ കാണാം. അല്ലാഹുവിൻ്റെ ഖുർആൻ ആണയിട്ട് ഓർമ്മപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളിലുമുള്ള ആയത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പാരമ്പര്യം നോക്കിയിട്ടായിരുന്നുവെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യം എന്താ? വാപ്പ വിഗ്രഹാരാധകനായിരുന്നു. ആസർ എന്ന വിളിപ്പേരുള്ള ആ മനുഷ്യൻ വിഗ്രഹങ്ങളെ വിൽക്കുന്ന, അത് ഉണ്ടാക്കുന്ന, അതിനെ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് ചോദ്യം ചെയ്യുകയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. നേരെ അങ്ങോട്ട് വാപ്പാന്റെ മാർഗ്ഗം സ്വീകരിച്ച പോരെ? അത് പറ്റൂലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വഹി കിട്ടിയ സന്ദേശം അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, വാപ്പാ, പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാ ആരാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ മക്കയിലെയും മദീനയിലും പ്രവാചകത്വ ജീവിതത്തിന്റെ കാലഘട്ടത്തിന് മുമ്പ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും കുടുംബങ്ങളും ഖുറൈശ് ഗോത്രക്കാരും മഖ്സൂമികളും അടക്കമുള്ള അറബികൾക്കിടയിൽ സുപരിചിതരായ ഗോത്രങ്ങളിൽ വിഗ്രഹാരാധനയുണ്ടായിരുന്നു, പലിശ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സാമൂഹിക ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. നബിതങ്ങൾ അതെല്ലാം പൂർവ്വപിതാക്കന്മാരുടെ മാർഗമാണെന്ന് പറഞ്ഞ് പിൻപറ്റിയോ? ഇല്ല. പിൻപറ്റാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞോ? ഇല്ല. മറിച്ച് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുത്ത്, വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണല്ലോ, ആകാശലോകത്തുനിന്ന് നിങ്ങൾക്ക് വഹി തരും, ആകാശലോകത്തുനിന്ന് ഹുദ നിങ്ങൾക്ക് തരും. ഫമൻ തബിയ ഹുദായ്, ആരാണോ ആ മാർഗം പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനില്ല, അവർക്ക് വിഷമിക്കാനൊന്നുമില്ല. അത് പിൻപറ്റിയവരാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിയാക്കന്മാരും. അവരാണ് ലോകത്തെ ഏറ്റവും നല്ല പുണ്യപുരുഷന്മാർ. അവരുടെ മാർഗമാണ് അഹ്ലുസുന്നക്ക് പിൻപറ്റാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ആ മാർഗം കണ്ട് പഠിച്ചു മനസ്സിലാക്കി വിശ്വാസം ശരിപ്പെടുത്തി സ്വഭാവം സംസ്കരിച്ചെടുത്തു, വിശുദ്ധമായ ജീവിതം നയിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ കർമാനുഷ്ഠാനങ്ങളിലെല്ലാം പ്രവാചകൻ എന്താണോ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് പാലിക്കുകയാണ്. അവിടുന്ന് നമസ്കാരത്തിൻ്റെ മുമ്പ് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത്, നമസ്കാരം നിങ്ങൾ എവിടുന്ന് പഠിക്കണം? ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും തോന്നിയതുപോലെയാണോ? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. പ്രവാചകന്റെ നമസ്കാരം കണ്ട സ്വഹാബത്ത് അത് പിൻപറ്റി. അവർ നമുക്ക് മാതൃകയായി അത് രേഖപ്പെടുത്തിയ ഹദീസിൽ പ്രവാചകന്റെ വുളു, അതിനുവേണ്ടി വെള്ളം കൊണ്ടുവന്നത്, നബിതങ്ങൾ മലമൂത്ര വിസർജനത്തിൽ പാലിച്ച മര്യാദകൾ എല്ലാം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് പാലിക്കുകയാണ് ആ തലമുറയിലെ സ്വഹാബത്ത്. അവരേറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളെയും അൻസാറുകളെയും പ്രശംസിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആനിൽ ആയത്തിറങ്ങി. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹ് തൃപ്തിപ്പെട്ടവരാണ്, അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെട്ടവരാണ്, തൃപ്തിപ്പെട്ടവരാണ്, അവരേറ്റവും നല്ലവരാണ്. നബിതങ്ങൾ ഒന്നും കൂടി പറഞ്ഞു, ഖൈറുക്കും ഖർനീ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യര് എൻ്റെ തലമുറയിൽപ്പെട്ടവരാണ്. നബിതങ്ങൾ ജീവിച്ച്
നബി തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ആ സ്വഹാബത്തിനെ പറ്റിയാ പറഞ്ഞത്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം ജീവിച്ചവരാണ്. സ്വഹാബത്തിനെ കണ്ട് ജീവിച്ചവരുണ്ട്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെയും പിൻപറ്റി ജീവിച്ച തബഅത്താബീങ്ങളുണ്ട്. ഈ ആദ്യ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 നൂറ്റാണ്ട് നമുക്ക് മാതൃകയാണ്. നമ്മുടെ ഏത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും നബി തങ്ങൾ ഒരു ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പുറപ്പെടാനിരിക്കുന്ന വേളയിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന മനുഷ്യർ തൽബിയത്തിൻ്റെ വചനങ്ങൾ ഉരുവിട്ട് പഠിച്ചത് ചെയ്യാൻ പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരുപാട് ശരീരത്തിൻ്റെ ത്യാഗം സഹിച്ച് എല്ലാ വേദനകളും മറന്ന് ഒരുപാട് മരുന്നുകളുമായി അവിടേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന മക്കാമുകളിലൊക്കെ ഒന്ന് പോയി തവക്കുലാക്കി, അവിടെയെല്ലാം സിയാറത്ത് ചെയ്ത് അവിടെയെല്ലാം തവക്കുലാക്കി പ്രാർത്ഥനയോടെ മക്കാമുകളെ പൂജിച്ചിട്ടാണ് എവിടേക്ക് പോകുന്നത്? കഅബാലയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയിട്ട് മിനയിലും മുസ്ദലിഫയിലും അറഫയിലും അടക്കമുള്ള ടെന്റുകളിൽ ചെന്നിട്ട് യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ആദ്യ സംഘം പുറപ്പെടാൻ സമയമായി കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് പോകുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, നമ്മൾ എന്ത് പ്രഖ്യാപിച്ചിട്ടാ പോണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത് പ്രഖ്യാപിച്ചു പോണ ആള് അവിടുത്തെ ടെന്റുകളിൽ അറഫയിൽ മിനയിൽ അവിടെ കിട്ടുന്ന സമയങ്ങളിൽ പോയിട്ട് തൊട്ടപ്പുറത്ത് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ് 1000 തവണ. ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചൂഷണമാണ്. നമ്മൾ ഏറ്റവും പ്രത്യേകമായി അതിനെ കാണുക. ഒരു ഹജ്ജ് പോലും മഖബൂലായി മബ്റൂറായി നിർവഹിച്ചു വരാൻ സമ്മതിക്കാത്ത വിധേന പൗരോഹിത്യം അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണമാണത്. എന്നാൽ നബി തങ്ങൾ ഹജ്ജ് പഠിപ്പിച്ചു കൊടുത്തു. ആ ഹജ്ജിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഖുദൂ അന്നീ മനാസികക്കും. ഹജ്ജിന് പല ആൾക്കാരും വരും, പല നാട്ടുകാരും വരും. ഏതെങ്കിലും നാട് നോക്കി നടക്കേണ്ട. ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കാലങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും. ഈ വിളത്തൂര് അങ്ങാടിയിലെ ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ കയറി നമ്മളൊരു ലഘുലേഖ കൊടുത്തിരുന്നു. ആരെങ്കിലും അത് വായിച്ചു നോക്കിയോ? എത്ര സുന്ദരമായി ഇസ്ലാമിൻ്റെ ഏറ്റവും ഹ്രസ്വമായ ഒരു സന്ദേശം അതിനകത്തുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഒന്ന് നോക്കണം നിങ്ങൾ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് പറയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ ഇഹദാ അവ ഇസ്നതൈനി വസബഈന ഫിർഖ. യഹൂദികൾ എന്ന് പറയുന്ന മുൻകാല മതത്തിൻ്റെ ആളുകൾ അവർ ഏകദേശം 71ഓളം വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്, പിളർപ്പുണ്ടായിട്ടുണ്ട്. നസ്വാറാക്കൾ പിരിഞ്ഞിട്ടുണ്ട്. അലാ ഇഹദാ ഔ ഇസ്നതൈനി വസബഈന ഫിർഖ, 72 ആയിക്കൊണ്ട് അവർ പിരിഞ്ഞിട്ടുണ്ട്. വതഫ്തരിഖു ഫീ ഉമ്മതി അലാ 73 ഫിർഖ, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയുന്നതാണ്. നമ്മുടെ കേരളത്തിലെ 4 ടീമിനെ നോക്കി പറഞ്ഞതല്ല. ലോകത്ത് എൻ്റെ ഉമ്മത്തിൽ പല നിലക്കുമുള്ള എൻ്റെ കാലശേഷം ഇഫ്തിറാഖുണ്ടാകും, പിളർപ്പുണ്ടാകും, ഭിന്ന സ്വരങ്ങളുണ്ടാകും. അപ്പം എന്താ നമ്മൾ ചെയ്യുക? കുല്ലുഹും ഫിന്നാർ. അടിവരയിട്ട് നമ്മുടെ മനസ്സിലെ ഹദീസ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ വിഭാഗവും നരകത്തിലാണ്. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലതൻ വാഹിദ, ഒരൊറ്റ സംഘം മാത്രമാണ് ശരി. അതാവാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് എൻ്റെ കൊടിയുടെ നിറം പറഞ്ഞിട്ടില്ല, അവരുടെ മെമ്പർഷിപ്പ് പറഞ്ഞിട്ടില്ല, അവരുടേതായ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൻ്റെ അഹ്ലുകാർ. വമൻ ഹിയ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് സംശയത്തോടെ ചോദിച്ചു, നബിയേ അതാരായിരിക്കും ആ ഒരു സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗമാരാ? അതിന് നബി തങ്ങൾ കൊടുത്ത മറുപടിയാണ് നമ്മുടെ മനസ്സിൽ എന്നും വായിക്കേണ്ടത്. ഞാൻ ഇന്ന് ആ നിലപാടിലാണോ? ആ ഒരേ ഒരു സംഘത്തിൻ്റെ നിലപാടാണോ എൻ്റെ നിലപാട്? ആ ഒരേ ഒരു സംഘത്തിൻ്റെ വിശ്വാസമാണോ എൻ്റെ വിശ്വാസം? എൻ്റെ അഖീദ, എൻ്റെ മരണാനന്തര ചടങ്ങുകൾ, എൻ്റെ വിവാഹ ചടങ്ങുകൾ, എൻ്റെ യാത്രയിലെ പ്രാർത്ഥനകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണോ? അതേതാ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട വിശ്വാസ സംസ്കാര ആചാരങ്ങളാണ്. അത് പഠിപ്പിച്ചിട്ടാ പോയിട്ടുള്ളത്. ദീന് പൂർത്തിയാക്കിയിട്ടാ പോയത്. ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല.
ഇതിൽ നിന്ന് ഒന്നും കളയാനുമില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലോകത്ത് എല്ലാ മനുഷ്യരെന്ത് പറഞ്ഞാലും അതിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഒക്കെ ഉണ്ടാകും. നബി തങ്ങളുടെ ഖബറിന്റെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഖബറിന്റെ ഉടമയുടെ വാക്കൊഴികെ ആ പ്രവാചകൻ പറഞ്ഞ വാക്കിലൊന്നും തള്ളാനില്ല, എല്ലാം കൊള്ളാനേ ഉള്ളൂ, എല്ലാം സ്വീകരിക്കാനുള്ളതാണ്. അതെല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ ഭൂരിപക്ഷം, ഈ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളൊക്കെ എന്തൊരു നിലപാടാണോ, എന്തൊരു വിശ്വാസമാണോ, എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനത് ചെയ്യുമെന്നാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തിനെ അനുസരിച്ച് ജീവിച്ചാൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവർ നിങ്ങളെ വഴിതെറ്റിക്കും. പ്രസ്ഥാനത്തിന്റെ ലഘുലേഖല്ല, സർക്കുലറല്ല. അള്ളാന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ നിയമങ്ങളും അവരുടെ ചര്യകളും അനുസരിച്ചങ്ങനെ പോയാൽ നിങ്ങളെ അവർ അള്ളാന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കും. ഇയത്തബിഊന ഇല്ലല്ലൻ, നിങ്ങൾ പിൻപറ്റുന്നത് ഹക്കിനെയല്ല, ഊഹങ്ങളെയാണ്, സംശയങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ മറ്റൊരിടത്ത് പറയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിന്റെ 106-ാമത്തെ ആയത്ത്, ഭൂരിഭാഗം വരുന്ന മനുഷ്യരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഭൂരിഭാഗത്തിനെ നമ്മൾ നോക്കി നടന്നാൽ എന്തായിരിക്കും വരിക എന്ന സൂചനയാണ് അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ കർമാനുഷ്ഠാനങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗത്തിലാണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലെ വിശ്വാസ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വരെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അയാൾക്ക് ശരിയാവണ്ണം ബോധ്യപ്പെടുകയാണ്, നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥങ്ങളെപ്പോലെ വലിയ പുണ്യകരമായി കൊണ്ടു നടക്കുന്ന മാലമൗലൂദുകൾ, ഹദ്ദാദ് റാത്തീബ്, ഇങ്ങനെ ധാരാളക്കണക്കിന് ഒരുപാട് കൃതികൾ ഉണ്ടാക്കിയിട്ട് ഇതാണ് ദീനെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ചിന്തിക്കണം, ഇത് സ്വഹാബത്തിന് പരിചയമുണ്ടോ? കാരണം അവരാണ് ഉത്തമരായ തലമുറ എന്ന് പഠിപ്പിച്ചു. മുഹയ്യിദ്ദീൻ മാലയുടെ പഴക്കം 400 കൊല്ലമാണ്. കുത്തുബിയത്തിൻ്റെ പഴക്കം 300 കൊല്ലമാണ്. ഹദ്ദാദ് റാത്തീബിൻ്റെ പഴക്കം 700 കൊല്ലമാണ്. നബിദിനാഘോഷത്തിൻ്റെ പഴക്കം 700 കൊല്ലമാണ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പഴക്കം 10 കൊല്ലമാണ്, 20 കൊല്ലമാണ്. സ്വലാത്ത് വാർഷികത്തിൻ്റെ പഴക്കം 30 കൊല്ലമാണ്. മജ്ലിസുന്നൂറിൻ്റെ പഴക്കം 10-15 കൊല്ലമാണ്. മഹ്ലറത്തുൽ ബദരിയൻ്റെ പഴക്കം 10-20 കൊല്ലമാണ്. എന്നാൽ സ്വഹാബത്തിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗമാണെങ്കിൽ അവർക്കിത് പരിചയമില്ല. 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് കുതുബിയത്ത് ചെല്ലുന്ന മനുഷ്യരില്ലേ, അവരാരെയാ വിളിക്കുന്നത്? യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു. ഈ വിശ്വാസം എവിടുന്ന? വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള മുഹയ്യിദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസം പഠിപ്പിക്കാൻ സ്വഹാബത്തിനുണ്ടോ? ഉത്തമ തലമുറക്കുണ്ടോ? റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ ഇതുപോലെ സ്റ്റേജ് കെട്ടിയിട്ട് കുത്തറാത്തീബ് നടത്തിയിട്ട് കത്തിയെടുത്ത് ചാടിയിട്ട് അയ്യപ്പൻ വിളക്ക് പോലെ ശരീരത്തിലേക്ക് ഇങ്ങനെ എടുത്ത് കത്തിയെടുത്ത് കുത്തി വരയ്ക്കുകയാണ്. എന്നിട്ട് യാ അഹ്മദ് അൽ കബീർ റിഫായി എന്ന് വിളിച്ചിട്ട് റിഫായി ഷെയ്ഖ് ഹാദിറാകാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന അപകടകരമായ കുത്തറാത്തീബ് ഏത് മദ്ഹബിന്റെ ഇമാമാ പഠിപ്പിച്ചത്? ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. ഇതെവിടുന്നാ വന്നത്? ആരാത് പഠിപ്പിച്ചത്? ഏത് സ്വഹാബത്തിന്റെ മാതൃകയിലാ ഉള്ളത്? നബിദിനാഘോഷം ഗംഭീരമായി വലിയ 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 പ്രോഗ്രാമുകളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കണം, ഇത് ഉത്തമരായ തലമുറ കണ്ട് വല്ല പരിചയമുള്ളതാണോ? സ്വഹാബത്തിന് ആർക്കെങ്കിലും പരിചയമുള്ളതാണോ? ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള മനുഷ്യൻ ഖബർ സിയാറത്ത് ചെയ്താൽ നേടേണ്ട ഗുണങ്ങൾ വരെ പഠിപ്പിച്ചു കൊടുത്തു. ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഇതിൽ ആർക്കും തർക്കമില്ല. എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ മരണം ചിന്തിപ്പിക്കാനും പരലോകം ചിന്തിപ്പിക്കുവാനുമാണ്. എന്നാൽ ഖബർ കെട്ടിപ്പൊക്കുന്നു, അത് ഉയർത്തിക്കെട്ടുന്നു, അതിൽ എടുപ്പുണ്ടാക്കുന്നു, എന്നിട്ട് കുമ്മായമടിക്കുന്നു, ജാറം മൂടുന്നു, പെട്ടി വെച്ചിട്ട് പണം പിരിക്കുന്നു, ഉറൂസ് നടത്തുന്നു.
ഖബർസ്ഥാനിൽ ഖബറിങ്കൽ ചെന്നുകൊണ്ടാണ് ഗാനമേളയും കരിമരുന്നും ഗംഭീരമായ ഉത്സവ പറമ്പാക്കി മാറ്റുമ്പോൾ നമ്മുടെ മുൻകഴിഞ്ഞ ഉത്തമരായ തലമുറ അഹ്ലുസുന്ന എന്ന് നമ്മൾ വിളിക്കുന്ന, എല്ലാ പിഴവുകളിൽ നിന്നും സുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയമുണ്ടോ ഇങ്ങനെ ഒരു സമ്പ്രദായം? കാണൂല. മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് 12 ദിവസത്തോളം അസുഖം ബാധിച്ചും തലകറങ്ങിയും ക്ഷീണിച്ചും ഇരുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ച് എന്തോ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. അത്രമാത്രം ഊർജം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അടുത്തേക്ക് ചെവിയൊന്ന് അടുപ്പിച്ചപ്പോൾ നബി തങ്ങൾ പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ട് യഹൂദി നസാറാക്കൾക്ക് അള്ളാന്റെ ശാപമുണ്ട്. അത് പാടില്ല എന്നാ പഠിപ്പിച്ചത്. ഇന്ന് നാട്ടിലെ പല പള്ളികളുടെയും യതീംഖാനകളുടെയും സ്ഥാപനങ്ങളുടെയും വരുമാന മാർഗം വരെ മഖാമാണ്, ജാറങ്ങളാണ്. ഇത് അഹ്ലുസുന്നയോട് യോജിക്കുന്നുണ്ടോ? അഹ്ലുസുന്നയുടെ പ്രകാശം പഠിക്കുന്ന വ്യക്തമാക്കുന്ന ഏതെങ്കിലും വല്ല ദലീലുകൾ കൊണ്ടുവരാനുണ്ടോ? നബിതങ്ങൾക്ക് മഖാമില്ല, ജാറമില്ല, ദർഗയില്ല. ബദരീങ്ങൾക്ക് മഖാമില്ല, ജാറമില്ല, ഉറൂസില്ല. ഉഹദീങ്ങൾ എന്ന ഒറിജിനൽ ശുഹദാക്കന്മാർക്ക് ദർഗയില്ല, ഉറൂസില്ല, പെട്ടിയില്ല, വരവില്ല. പിന്നെ ഇത് എവിടുന്നാ വന്നത്? അതൊക്കെ പഠിക്കണം. ഷിയാക്കൾ കൊണ്ടുവന്ന് തന്ന ഈ ആചാരം. നബി തങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി, ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. 14 നൂറ്റാണ്ട് കഴിഞ്ഞു, തൊടാൻ പറ്റിയിട്ടില്ല. സംരക്ഷിക്കപ്പെടുകയാണ് ആ വാക്കിനെ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. കിട്ടിയിട്ടില്ല, തൊടാൻ കഴിയില്ല. ആ വാക്കുകളെ പാലിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടാണ്, അത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ആ പ്രവാചകർ കൊണ്ടുവന്നത് സ്വീകരിക്കാം. ആ നബി തങ്ങൾ എന്തൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞോ അതിനെയെല്ലാം നമ്മൾ ഒഴിവാക്കുക. ആ മാർഗത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. എൻ്റെ ഇതാ നേരായ മാർഗം നിങ്ങൾക്കിതാ കാണിച്ചു തന്നിരിക്കുന്നു. ഫത്തബിഊഹു, നിങ്ങളത് പിൻപറ്റണേ. അതാണ് പിൻപറ്റേണ്ടത്. അതാണ് നമ്മുടെ നേരായ മാർഗമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, കാലങ്ങൾ കഴിഞ്ഞ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൃത്യമായ ഹദീസിൻ്റെ അടിസ്ഥാനങ്ങളിലെല്ലാം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പഠിച്ചാലും അത് മനസ്സിലാക്കിയാലും നമുക്കറിയാൻ സാധിക്കും. അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഏറെ സുപരിചിതനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. ഞങ്ങളൊക്കെ ഇമാം ഷാഫിൻ്റെ ആളുകളാണെന്ന് പറയാറുണ്ടല്ലോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ കിതാബാണ് അൽ ഉമ്മി എന്ന കിതാബ്. അതിൻ്റെ 1-ാമത്തെ വാള്യം 424-ാമത്തെ പേജിൽ തന്നെ ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട്, വ ഇന്നമാ ഉഹിബ്ബു അൻ യശ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റാ. ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിൽ ഉയർത്താനാണ് എനിക്കിഷ്ടം. ഖബറിൻ്റെ അളവത്രയാണ്. അതിനേക്കാൾ മേലെ കെട്ടി ഉയർത്തുന്നത് ഔ നഹ്വ വഅഹബ്ബു അല്ലാ യുബ്നാ വലാ യുജസ്സസ. ഖബർ കെട്ടിയെടുപ്പുണ്ടാക്കുക, അതുമ്മ കുമ്മായം പൂശുക, അതുമ്മ ചായം പൂശുക, അതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നതേ അല്ല. അതുകൊണ്ട് ഇമാം ഷാഫിഈ തങ്ങൾ ഹദീസ് പഠിച്ചു മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, വഖദ് റഅയ്തു മിനൽ ഉലാതി മൻ യഹ്ദിബു മിൻ മക്കാമാ യുബ്നാ ഫിഹാ ഔൽ ഫുഖഹാ യഈബൂന ദാലിക. മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പല ഉലമാക്കന്മാരും പല മഹാന്മാരും അവിടെയുണ്ടായിരുന്ന ഉയർത്തപ്പെട്ട ഖബറുകളെ അവിടെ നിരപ്പാക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം ഹദീസിൽ ഒട്ടനേകം കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉലമാക്കന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ ഏറെ ചർച്ചയായി മാറാറുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടുണ്ടോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദിൽ പറഞ്ഞിരിക്കുന്ന ഹദീസൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകൾ വരെ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ അസ്സുനനിൻ്റെ 288 ഹദീസിൽ കൊടുത്തത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹദീസ് കൊടുത്തിട്ടാ പറയുന്നത്, നിങ്ങളിൽ ഒരാൾ അവരോട് അനുവാദം ചോദിക്കുകയാണ്, ഒരു പെണ്ണ് ഇമ്രാതഹു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹാ, അവളെ തടയാൻ പാടില്ല. ഇമാം ഷാഫിഈ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ പഴയകാല അവസ്ഥ? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് പരിഹസിച്ച് നടന്ന കൊല്ലങ്ങൾ, നൂറ്റാണ്ട് കഴിഞ്ഞു. ആദ്യമായി കേരളത്തിൽ ഒതായിലാണ് പെണ്ണ് പള്ളിയിൽ പോയത്. ലോകത്ത് വേറെ ആരും പള്ളിയിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു നടന്നു. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനേകം വൈവിധ്യങ്ങൾ നിറഞ്ഞ സംസാരങ്ങൾ ലോകത്ത് നടന്നപ്പോൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? ഇനിയും ഒരുപാട് മാറാനുണ്ട്. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമെന്ന് കേരളത്തിലെ പല പള്ളികളുടെയും മുമ്പിൽ ബോർഡ് വരാൻ തുടങ്ങിയില്ലേ? യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് ബോർഡ് വന്നില്ലേ? പണ്ടെന്താ പറഞ്ഞിരുന്നത്? ഒരു വലിയ മാറ്റമുണ്ടായി നോക്ക്. മദ്രസാ പ്രസ്ഥാനങ്ങൾ ലോകത്ത് വന്നപ്പോൾ 1922 മുതൽ ആരംഭിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ സംവിധാനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ വന്നതിൽ ഏറ്റവും പ്രധാനമാണ് മദ്രസ വന്ന സമയത്ത് വരെ അവർ പറഞ്ഞു, മദ്രസയുടെ ആദ്യത്തെ മീം എന്ന അക്ഷരം ജഹന്നമിൻ്റെ അവസാനത്തെ മീമാണെന്ന് പറഞ്ഞവർ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരാണ്. മദ്രസനെ എതിർത്തു എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ആളുകൾ തിരിച്ചു നടന്നു. ഇന്ന് 1100 മദ്രസകളുടെ നേതൃസ്ഥാനത്തവരാണെന്ന് അവർ അവകാശം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറ്റിയെടുത്തത് ഈ പ്രസ്ഥാനത്തിൻ്റെ വല്ലാത്തൊരു അധ്വാനമുണ്ട്. തിരൂരങ്ങാടിയിലും പരിസരത്തും കോളറ ബാധിച്ചിട്ട് പ്രിയപ്പെട്ട വാപ്പമാർ മരണപ്പെടുന്നു, പ്രിയപ്പെട്ട ഒരുപാട് മക്കൾ യതീമായി മാറുന്നു. അവരെ സംരക്ഷിക്കാനൊരു തണലില്ലാത്തൊരു കാലം, കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ലാത്ത കാലത്തൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. KM മൗലവിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാ അവരെല്ലാം ചെയ്തൊരു വലിയ നേതൃത്വമാണ്. യതീം ഖാനകൾ ആരംഭിച്ചു, യതീമിനെ സംരക്ഷിക്കാനുള്ള കേന്ദ്രം. അന്ന് അതിൻ്റെ മുമ്പിൽ എതിർപ്പോടെ വന്നു, യതീമൻ ഖാന, ഇത് യതീമിനെ വഞ്ചിക്കുന്ന പരിപാടിയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ അന്ന് രംഗത്ത് വന്നു. ഇന്ന് അവർക്ക് 50-ലേറെ യതീംഖാനകൾ ഉണ്ട്. ആലോചിക്കുക നിങ്ങൾ, ആദ്യം എതിർക്കുക, പിന്നെ അതേ പണി ആവർത്തിക്കുക. കുഴപ്പമില്ല, മാറാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്ന വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരൊക്കെ കാഫിറാണ്, മുർത്തദ്ദാണെന്ന് പ്രഖ്യാപിച്ച കാലുണ്ടായിരുന്നു. അവർക്കിന്ന് 9 പരിഭാഷകളുണ്ട്. ഇന്ന് 9 പരിഭാഷ ഉണ്ട്. ഇനിയും പുറത്തിറങ്ങാൻ കിടക്കുകയാണ്, മാറുകയാണ്. കേരളത്തിലും ആ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. വിശ്വാസപരമായി ആചാര സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ ഒന്ന് പഠിച്ചാൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ കൊടുത്തിരിക്കുന്ന പ്രഗൽഭമായ വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ആ മദ്ഹബിൻ്റെ ആളാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോകും. അവിടുന്ന് ഹദീസിൽ കൊടുത്തൊരു വാക്ക് കാണാം. അവിടുത്തെ ഒന്നാമത്തെ അസ്സുനനിൻ്റെ 1-ാം വാള്യത്തിലെ 152-ാമത്തെ ഹദീസ് നമസ്കാരവുമായി ബന്ധപ്പെടുത്തി കൊടുത്തതാണ്. ചില സാമ്പിളുകൾ മാത്രം പറയാൻ ഉദ്ദേശിക്കാം. അവിടുന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന അബൂബക്രിൻ വഉമർ റളിയല്ലാഹു അൻഹുമാ യഫ്തതിഹാനി അൽ ഖിറാഅത ബിൽഹംദുലില്ലാഹ്. വഹാബികൾ, മുജാഹിദീങ്ങൾ ഫാത്തിഹയിലെ ബിസ്മി ഒഴിവാക്കിയവരാണ്, ഇവർക്ക് ബിസ്മില്ലാത്തവരാന്നൊക്കെ പറയുന്ന ആളുകളൊന്ന് കേൾക്കണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കിതാബിന്റെ അസ്സുനനിന്റെ 1-ാം വാള്യം 152, 153 ഹദീസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്മഈൻ യഫ്തതിഹാൻ, അവർ നമസ്കാരം ആരംഭിക്കുന്നത് അൽ ഖിറാഅ, അവരുടെ പാരായണം ബിൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് കൊണ്ടായിരുന്നു. ഉറക്കെ കേൾക്കുന്നത് അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ടാണ്. ഇനി അടുത്ത ഹദീസിലും കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹും യഫ്തതിഹൂനൽ ഖിറാഅത ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരൊക്കെ പെട്ടു? നബി, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അജ്മഈൻ.
ഈ ഉന്നതരായ ഉത്തമരായ സ്വർഗാവകാശികൾ എന്ന് പ്രഖ്യാപിച്ച സ്വഹാബത്തിനടക്കം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇമാം ഷാഫി തങ്ങൾ രേഖപ്പെടുത്തിയത്. അവരൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചത്. അഹ്ലുസുന്നയുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ തിരുത്താനും ശരിപ്പെടുത്താനും സാധ്യമാകുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്, അഹ്ലുസുന്നയുടെ വിശ്വാസം, അഹ്ലുസുന്ന എന്ന് പറയുന്ന മഹത്തരമായ ഈ ദൗത്യ സംഘത്തിൻ്റെ ഏറ്റവും നല്ല അടയാളം അവർ ഹക്കിൻ്റെ കൂടെയായിരിക്കും. ഏത് കാര്യമെടുത്താലും അവർ ഹക്കിൻ്റെ കൂടെയായിരിക്കും ഉണ്ടാവുക. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വെള്ളിയാഴ്ചയിൽ ജുമഅക്ക് പോവുക എന്നത്. ആ വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ്, രണ്ടാം ഷാഫി എന്നാണ് വിശേഷിപ്പിക്കുക. ഞാൻ പറയാം, ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ശബ്ദം മതിയോ? അറബിയിൽ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ മതിയോ? അറബിയിൽ എന്തെങ്കിലും ഒരു രാഗം കേട്ടാൽ മതിയോ? ഒരു താളം കിട്ടാൽ മതിയോ? എന്തായിരിക്കണം ഖുത്ബ? അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, വയഖറഉൽ ഖുർആന, ഖുത്ബക്കിടയിൽ ജനങ്ങളെ ഖുർആൻ ഓതിക്കൊടുത്ത് അർത്ഥം വിശദീകരിക്കണം. വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് അതിലൂടെ ഉത്ബോധനം കൊടുക്കണം. ശബ്ദം കേട്ടാ പോരാ, കയ്യിൽ വാളുണ്ടായാ പോരാ, ഓതിക്കൊടുക്കുന്നത് ഖുർആനാകണം, ജനങ്ങൾക്ക് ഉത്ബോധനം കിട്ടണം. ഫീഹി ദലീലുൻ ലിശാഫിഈ, ഈ സംഭവമാണ് ഷാഫിഈ ഇമാം ദലീലാക്കി പറഞ്ഞത്. അയ്യുഷ്തറത ഫിൽ ഖുത്ബതി, ഖുത്ബക്ക് ഷർത്താണ് അൽ വഅലു, അതിൽ ഉപദേശമുണ്ടാകണം. ഞങ്ങളോട് ഇവിടെ തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉപദേശമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം, നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എന്നാൽ വെള്ളിയാഴ്ച ഖുത്ബന്റെ സവിശേഷത അത് വഅലാവണം, ജനങ്ങൾക്ക് തിരിയണം, മനസ്സിലാവണം. വൽ ഖുർആൻ, ഖുർആൻ അതിൽ ധാരാളമായി പാരായണം ചെയ്യണം. വഖാല ഷാഫിഈ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയാണ്, ലാ യസിഹുൽ ഖുത്ബതാനി, രണ്ട് ഖുത്ബയില്ലാതെ സ്വഹീഹാകൂല ഇല്ലാ ബിഹംദില്ലാഹി തആല, ഹംദുണ്ടാവണം. വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ഉണ്ടാവണം. വഫീഹിമാ, അതിൽ രണ്ടിലും ഉണ്ടാവണം. വൽ വഅദ, നല്ല ഉപദേശം ഉണ്ടാകണം. വഹാദിഹി സലാസ വാജിബാത്തും ഫിൽ ഖുത്ബത്തിനി, മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ രണ്ട് ഖുത്ബയിലും ഉണ്ടാവണം. ഇങ്ങനെ ഇമാം ഷാഫി തങ്ങൾ പറയാണ്, ഒരിക്കലും വേറെ ഒരാൾക്കും ഒരു തിരിയാത്ത ആരും മനസ്സിലാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായി ഖുത്ബയെ നമുക്കൊരിക്കലും പറയാൻ കഴിയൂല. അതോടൊപ്പം തന്നെ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ പറയാണ്, ഖുത്ബക്ക് ഇടയിൽ ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഖതീബിന് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. അവിടെ ഇരിക്ക്, നിങ്ങൾ സംസാരിക്കല്ലേ എന്ന് പറയാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ നന്മയിലേക്ക് അവരെ വഴി നടത്താനുള്ള ചാൻസാണ്. വമഖ്സൂദുൽ ഖുത്ബത്തി അൽ വഅദ്, ശർഹുൽ മുഹദ്ദബിൽ പറയുകയാണ്, ഖുത്ബയുടെ ഉദ്ദേശം കൊണ്ട് തന്നെ നേടുന്നത് അത് ഉപദേശമായി കൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് കിട്ടലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആന്, പ്രവാചകന്റെ ചര്യ നമ്മളെ പഠിപ്പിക്കുന്ന ഹക്കായ ആ മാർഗം സ്വീകരിക്കലാണ് നമുക്ക് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് ഏത് കാര്യത്തിലും അവിടുന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും അഹ്ലുസുന്നയുടെ ഏറ്റവും മുഖ്യമായ അജണ്ട, അത് പഠിക്കാനും വായിക്കാനും കേൾക്കാനും ഇന്ന് ഒട്ടനേകം അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പരിഭാഷയാണ് റിയാദുസ് സ്വാലിഹീൻ്റെ പരിഭാഷ. ഇവിടെ പള്ളി ദർസിൽ വരെ പോയാൽ കിട്ടുന്നതാണ്. എഴുതിയതാരാ? ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളാണ്. ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ എഴുതിയിട്ടുള്ള, ഞാനത് പറയുന്നത് വ്യക്തികൾക്ക് വേണ്ടിയല്ല, അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. അതിൻ്റെ പരിഭാഷയിൽ 775 പേജിൽ കൊടുക്കുകയാണ്, ഖബർ കെട്ടി ഉയർത്തരുത്. റിയാദുസ് സാലിഹീൻ എന്നുള്ള ഹദീസ് പഠിച്ചാൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഗുണം പറയാണ്, ഖബർ കെട്ടി ഉയർത്തരുത്. എന്നിട്ട് മലയാളത്തിൽ കൊടുത്തിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, ഖബർ ചെത്തിത്തേക്കുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അതിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരിക്കുന്നു. ഇതാണ് മലയാളത്തിൽ പരിഭാഷയിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാൾ ദർഗ വരെയുള്ള ദർഗകളിലേക്ക് മനുഷ്യരെ കെട്ടിപ്പൊക്കിയ ഖബറുകളിലേക്ക് കൊണ്ടുപോകാൻ എവിടുന്നാണ് നമുക്ക് രേഖയുള്ളത്? ഏതു പ്രമാണമാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ പള്ളി ദർസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബുകൾ പോലും നമുക്കെതിരായി സംസാരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യക്തികൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അയൽവാസിയോട് വഴക്കുണ്ടാകുമ്പോൾ, ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുമ്പോൾ നാട്ടിൽ പൊതുവെ പതിവാണ് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ പോയി കാണുക.
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊൽസമാത്തിന്റെ പണികളിലേക്ക് പോകുക, എന്നിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, എന്തെങ്കിലും കുഴിച്ചിടുക, എന്തെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കുക, പല നിലക്കുമുള്ള ജ്യോത്സ്യപ്പണികൾ സമീപിക്കുന്ന ആളുകളോട് റിയാദുസ് സ്വാലിഹീന്റെ പരിഭാഷയിൽ ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ആരെങ്കിലും ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ചോദിക്കുകയും ജ്യോത്സ്യൻ പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്താൽ 40 ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. കിതാബിലുണ്ട്. ഇത് അങ്ങാടിയിൽ ഇറങ്ങി പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുണ്ടോ? ബോർഡ് വെച്ചിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ കിതാബിൽ പിന്നെയും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഹദീസിന്റെ വാക്കാണ്, വരശഗുണം, ദുശഗുണം, പക്ഷിശഗുണം ഇവ പൈശാചികമാണ്. അങ്ങനെ നഹ്സിന്റെ പരിപാടി നമ്മക്കില്ല. മുഹറം മാസം വരാനിരിക്കാം. നമ്മുടെ നാട്ടിലെ പല മണ്ഡപങ്ങളും ക്ലോസ്ഡ് ആകുക. മുഹറം 1 മുതൽ 10 വരെ കല്യാണമല്ല, വീട് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമല്ല, കുടിയിരിക്കലില്ല, കട ഉദ്ഘാടനമല്ല. അപ്പൊ എന്താ പ്രശ്നം? എന്താ ശകുനുണ്ട്? എന്താ ശകുനം? നഹ്സ് എന്നാണ് അറബിയിൽ പറയാ. ഷിയാക്കൾക്ക് മുഹറം മാസത്തിൽ നഹ്സുണ്ട്. അവർ അതിലൊക്കെ അവർ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടും ശരീരത്തിൽ ബ്ലേഡ് ഇട്ട് വരച്ചുകൊണ്ടുമൊക്കെ അവരുടേതായ വിലാപങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിന് ഇന്ന ദിവസം പറ്റില്ലാത്ത, ഇന്ന ദിവസം മോശമാണ്, ഇന്ന മാസം ശരിയല്ല, ഇന്ന ദിവസം ശരിയല്ല എന്ന് പറയാൻ എങ്ങനെയാ നമുക്ക് പറ്റുക? എല്ലാ ദിവസവും അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് എന്ന് മാത്രമല്ല, ഇബ്നു ഹൈതമിയ തങ്ങൾ പറയാണ്, ലാ അലൽ മുസ്ലിമീനൽ മുതവക്കിലീന അലല്ലാഹ്, അള്ളാഹനെ തവക്കുലാക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനും ഇത്തരം ആചാരം പറയാൻ പറ്റൂല. വലാ അൽ ഹദിയു ബിഹി, അങ്ങനെ ഒരു ചര്യ ഒരു മുതവക്കിലായ തവക്കുലാക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റൂല. പിന്നെ അത് ആരുടേതാണ്? അലാ ഹദിയിൽ യഹൂദി വൻ നസാറ, അത് ജൂത നസാറാനികൾക്ക് അത്തരത്തിൽ ചില ദിവസങ്ങളും ചില മാസങ്ങളും ഒക്കെ മോശമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ കെട്ടിത്തൂക്കിയ പല കലണ്ടറുകളുടെയും അവസാനത്തിൽ കൊടുത്തിരിക്കുന്നു ഈ മാസത്തിലെ നഹ്സ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു കലണ്ടർ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കൊടുത്ത ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 21 നഹ്സിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ മാസം പവിത്രം എന്നാണ് നമ്മൾ പഠിച്ചത്, ഈ കലണ്ടറിൽ കൊടുത്തിരിക്കും. റമദാനിലെ അവസാനത്തെ വ്യാഴാഴ്ച നഹ്സിന്റെ ദിവസമാണ്. അയ്യാമുത്ത ശരീക്കിന്റെ ദുൽഹിജ്ജ 13 നഹ്സിന്റെ ദിവസമായിട്ട് കലണ്ടറിൽ എഴുതി വച്ചിരിക്കുന്നു. മോശപ്പെട്ട ദിനങ്ങൾ ദുൽഹിജ്ജ 13. എല്ലാ മാസത്തിലും, അപ്പോൾ ഏതാ റമദാൻ അടക്കമുള്ള എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നഹ്സിന്റെ ദിവസമാണ്. എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ചൊവ്വാഴ്ച പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, ബുധനാഴ്ച കട തുടങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ പാട്ടിലായും പദ്യമായും ഗദ്യമായും ഒക്കെ എഴുതി വെച്ച് ജനങ്ങൾക്ക് ഇടയിൽ ചില ദിവസങ്ങളൊക്കെ മോശമാണ്, ചില മാസങ്ങളൊക്കെ മോശമാണെന്നുള്ള ആശയം കൊടുക്കുന്നത് ആരുടെ ചര്യയാണ്? അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ആ മുൻഗാമികളായ സലഫുകളായ അവരുടെ മാർഗത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ട് കണ്ടതും കേട്ടതും കാലുകളും കീലകളും നെഞ്ചോട് പിടിച്ചിട്ട് ഇതാണ് ഹക്ക്, ഇതാണ് ശരി എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല നാടുകളിലും പല വീടുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് വേദനയോടെ നമുക്ക് തോന്നിപ്പോകുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഖബറടക്കം കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ മക്കൾ യതീമായി മാറുകയാണ്, പ്രിയപ്പെട്ട അവിടുത്തെ സഹോദരി വിധവയായി മാറുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ കാണാം, അന്നേ ദിവസം വൈകുന്നേരം തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ദിക്റുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി മയ്യത്തിൻ്റെ വീട്ടിൽ വെച്ച് കഴിക്കുകയാണ്. 3-ന്റെ അന്ന് കൂറ്റൻ പോത്തിനെ അറുത്തിട്ട് കല്യാണത്തേക്കാൾ കേമമായി ആഘോഷിക്കുകയാണ്. 7-ന്റെ അന്ന് അടുത്ത പാർട്ടി, 14-ന് വേറെ പാർട്ടി, 40-ന് പിന്നെയും സദ്യ. വല്ലാത്തൊരവസ്ഥയായി. മരിച്ചാലും തീറ്റ തന്നെയാണ്. എന്നാൽ ഇതിന് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ എന്താ ഇതിനെപ്പറ്റി പറയുന്നത്? ഇത്തരം രംഗങ്ങളെക്കുറിച്ച് കിതാബുകൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നമുക്ക് ഇതിന് കാണാൻ ഒരു തെളിവ് നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നു, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി തങ്ങൾ പോലും പഠിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വഹാബത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ച സംഭവം എടുത്തിട്ട് കിതാബുൽ ഉമ്മിൽ കൊടുത്തിട്ട് പറയാണ്, അവിടുന്ന് നബി അവിടുത്തെ അയൽവാസികളോട് പറയാണ്, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ആരാ ജഅഫറിന്റെ കുടുംബം? മരണപ്പെട്ട വീട്ടുകാരാണ്.
മരണപ്പെട്ട വീട്ടുകാർക്ക് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവർ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അവർക്കിന്ന് ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു മൂടും അവർക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനുമായി തഅ്സിയത്തിൻ്റെ ഭാഗമായി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നുള്ള ഹദീസുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടുകാരും അയൽവാസികളെല്ലാം അവിടെ പോയിട്ട് അവർ നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്ന പോലെയാണ്. എന്നിട്ട് നല്ല വലിയ കല്യാണ പന്തൽ പോലെ ആഘോഷമുണ്ടാക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി ഭക്ഷണം കഴിച്ച് ചരിണ്ടാക്കിയ പണമില്ലാത്തവൻ, പോത്തിനെ മേടിക്കാൻ പൈസ ഇല്ലാത്തവൻ ലോൺ എടുത്താലും വേണ്ടില്ല, ബാപ്പാനോടുള്ള സ്നേഹം കാണിക്കണം എന്ന് വിചാരിച്ച് ഇതെല്ലാം ചെയ്തു കൂട്ടുന്ന ആളുകൾ നിന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളി ദർസുകളിൽ നമ്മൾ വായിക്കുന്ന മഹല്ലി പരിഭാഷ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ആ കിതാബിനകത്ത് പള്ളി ദർസിൽ വായിച്ചും പഠിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുന്ന മഹല്ലി പരിഭാഷ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. ആ കിതാബിൻ്റെ 2ാം വാള്യത്തിൻ്റെ 183. പള്ളി പോകാൻ പാടുണ്ടോ സ്ത്രീക്ക്? ആ കിതാബിൽ മലയാളത്തിൽ കൊടുക്കുക, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുറേ സ്ത്രീകളോ ആണുള്ളതെങ്കിൽ അവരും ഇമാമിൻ്റെ നേരെ പിന്നിൽ നിൽക്കണം. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് ഇമാമോടൊപ്പം ഉള്ളതെങ്കിൽ പുരുഷൻ ഇമാമിൻ്റെ വലതുഭാഗത്തും സ്ത്രീ ആ പുരുഷൻ്റെ പിന്നിലും നിൽക്കണം. മഹല്ലി പരിഭാഷയിൽ ഇമാമിൻ്റെ പിന്നിൽ ആദ്യം പുരുഷന്മാരും പിന്നെ ആൺകുട്ടികളും പിന്നെ സ്ത്രീകളുമാണ് അണിനിരക്കേണ്ടത്. അപ്പോൾ പെണ്ണ് വന്നാൽ എങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണമെന്ന് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന മഹല്ലി പരിഭാഷ എടുത്തു കൊടുത്തിരിക്കുന്നു. തീർന്നില്ല, ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് വായിക്കാം. മഹല്ലി കിതാബിൻ്റെ പരിഭാഷയിലെ 1ാം വാള്യം 406-ാമത്തെ പേജിൽ ഒരാളുടെ നമസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലൽ സുന്നത്താകുന്നു. എല്ലാവരും ചൊല്ലണം. നബി തിരുമേനി നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. ശരിയാണ്, നബി തിരുമേനി അത് അരുളിയിട്ടുണ്ട്. വല്ലവനും ഓരോ നമസ്കാരത്തിനും ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പോലെയുള്ള ദിക്റുകൾ ചൊല്ലുകയും ഒടുവിൽ 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വഹ്ദഹു തുടങ്ങുന്ന ദിക്ർ ചൊല്ലുകയും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മഹല്ലി പരിഭാഷയിൽ ഇമാമ് പിന്തിരിഞ്ഞ് നിന്നിട്ട് അംദൻ ഗസീറൻ യുകാഫി നിഅമഹു മസീദ പഠിപ്പിച്ചിട്ടില്ല. മഹല്ലി പരിഭാഷയിൽ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള അദ്കാറുകളാണ് പഠിപ്പിച്ചത്. ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ദിക്ർ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവരോടാണ് മഹല്ലി പരിഭാഷ പള്ളി ദർസിലുള്ള കിതാബിൽ പറയാം, മയ്യത്തുമായി പോകുമ്പോൾ ഉറക്ക ശബ്ദമുണ്ടാക്കൽ കറാഹത്താണ്. കറാഹത്താണ് പാടില്ലാത്തതാണ്, വെറുക്കപ്പെട്ടതാണ്. മയ്യത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നാണ് റൗളയിലെ വാചകം. ഭൗതിക കാര്യങ്ങൾ സംസാരിക്കലും കറാഹത്താണ്. അനാവശ്യമായ സംസാരങ്ങളും പാടില്ല. മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നശ്വരതയെപ്പറ്റിയും തത്തുല്യമായതും ചിന്തിച്ചുകൊണ്ട് നടക്കൽ സുന്നത്താണ്. ഞാനും മരിക്കണമല്ലോ, ഞാനും ഖബറിലേക്ക് പോകാനുള്ളവനാണ്, എനിക്കും യാത്രയുണ്ട് എന്ന തോന്നലും എന്ന ബുദ്ധിയും എന്ന ചിന്തയും അവൻ ഉണ്ടാവുകയും അങ്ങനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനുമാണ് ഈ കിതാബുകളിലെല്ലാം പറയുന്നത്. പിന്നീട് മനുഷ്യരായ പലരുടെയും കൈകൾ പ്രവേശിച്ചതിൻ്റെ ഭാഗമായി സ്വന്തമായി കിതാബ് ഉണ്ടാക്കുക. എന്നിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ള പറഞ്ഞതാണ്, ഇതൊക്കെ ദീനാന്ന് പറഞ്ഞുണ്ടാക്കുന്ന മനുഷ്യരുണ്ട്. അവരെ പറ്റിയും അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ്. സ്വന്തമായിട്ട് അങ്ങ് കിതാബ് എഴുതിണ്ടാക്കും. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അള്ളാഹന്റെ എന്നുള്ളതാണ് എന്ന് അവരങ്ങ് പ്രഖ്യാപിക്കും, അവരങ്ങ് തീരുമാനം ഉണ്ടാക്കും. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അവർ സമ്പാദിക്കുന്നതും അവർ എഴുതിയുണ്ടാക്കുന്നതും അവർക്ക് നാശമാണ്. സുഹൃത്തുക്കളെ, അഹ്ലുസുന്നയുടെ ആ സലഫുകളുടെ ആ ഉത്തമ തലമുറയുടെ മാർഗം പിൻപറ്റാതെ ഭൂരിപക്ഷത്തെ നോക്കി, നാട്ടാചാരങ്ങളെ നോക്കി, മാമൂലുകളെ നോക്കി ഒരു വിശ്വാസിയായ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തുനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരുണ്ട്.
നിങ്ങൾ അതൊന്നും നോക്കണ്ട, ആ കിതാബ് നോക്കണ്ട, ഖുർആനൊന്നും നോക്കണ്ട, ഹദീസൊന്നും നോക്കണ്ട. നമ്മൾ ഇങ്ങനൊക്കെയല്ലേ പണ്ട് മുതൽ ചെയ്തത്, മറ്റേ ഉസ്താദ് ഇങ്ങനല്ലേ പറഞ്ഞത്, നമ്മൾ പണ്ട് മുതലേ നമ്മുടെ മഹല്ലിൽ ഇതൊക്കെ മുമ്പേ നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ദീനിൻ്റെ ഹക്കിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പറയാണ് അവസാനം ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്ത്. ഇത്തരം ആളുകൾക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുകയോ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താണ് ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വദാലിക അന്നഹും യഅ്കുലൂന ദുനിയാ ബിദ്ദീൻ. ദുനിയാവിനെ അവർ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വെച്ചുകൊണ്ട്? ദീന് വെച്ചുകൊണ്ട്. ദീനിൻ്റെ പേര് പറഞ്ഞ് തിന്നുക. നോക്ക്, നിങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ വലിയ അടയാളങ്ങൾ ഇന്നും ബാക്കിയാണ്. ബോംബെയിലെ ജാലിയൻവാല എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുടി, അവിടുന്ന് ലേശം മുടിക്കെട്ട് കൊണ്ടുവന്നിട്ട് ഈ കേരളക്കരയിൽ നോക്ക് നിങ്ങൾ, ഇമാം ഷാഫി തങ്ങൾക്ക് കിട്ടിയില്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കിട്ടിയില്ല, ഇമാം ബുഖാരി തങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. കേരളത്തിലെ ഒരാളെ കയ്യിൽ ആ മുടി കിട്ടി. എവിടുന്നാ കിട്ടിയത്? ജാലിയൻവാലയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത്? നബിൻ്റെ മുടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നാട്ടുകാർക്കത് കുടിക്കാൻ കൊടുക്കുകയാണ്. ഒരു കുപ്പി വെള്ളത്തിന് 25,000 രൂപ പറഞ്ഞ് പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ ദീനിന്ന് തെറ്റിക്കുക, അവരുടെ സമ്പത്ത് അന്യായമായി തിന്നുക. ദിക്റിൻ്റെ പേര്, സ്വലാത്തിൻ്റെ പേരിലെല്ലാം പണപ്പിരിവാണ്. ദിക്ർ ഹൽക്കകളാണ്, സ്വലാത്ത് വാർഷികങ്ങളാണ്. ഇസ്ലാമിലുള്ള യഥാർത്ഥ ദിക്റും സ്വലാത്തും ചൊല്ലുന്നതിന് പണം ചെലവുണ്ടോ? യഥാർത്ഥ ഖബർ സിയാറത്തിന് പോകുന്ന വ്യക്തിക്ക് പണം ചെലവുണ്ടോ? അവിടെ ചൂഷണമൊന്നും നടക്കില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇവരെ പറഞ്ഞ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ അദാബ് അവർക്കുണ്ടെന്ന് പറഞ്ഞത്. ഇവരെന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇവർ ദീന് വിറ്റുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തിന്ന് ജീവിക്കുകയാണ്. വമനാസിബിഹിം വരിയാസതിഹിം ഫിന്നാസ്. ജനങ്ങൾക്കിടയിൽ സ്ഥാനവും അതുപോലെ തന്നെ അംഗീകാരവും എല്ലാം ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. യഅ്കുലൂന അംവാലഹും ബിദാലിക. എന്നിട്ട് അവരുടെ സമ്പത്ത് തിന്ന് നടക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഇതാണ് ഏറ്റവും അപകടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രക്ഷാമാർഗമായ അഹ്ലുസുന്ന എന്ന ദീനിന്റെ ഏറ്റവും പ്രധാന അജണ്ടയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ്. ഐ വഹും അക്ലിഹിമുൽ ഹറാമ. ഹറാമായ സമ്പാദ്യങ്ങളൊക്കെ തിന്നുമെന്ന് മാത്രമല്ല, യസുദ്ദൂന നാസ അൻ ഇത്തിബാഇൽ ഹഖ്. സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പഴപ്പിക്കുക, ഹക്ക് സ്വീകരിക്കാൻ സമ്മതിക്കാതിരിക്കുക. വയൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി. ബാത്തിലും ഹക്കും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുക. വയുദ്ഹിറൂന ലിമനിത്തബഅഹും മിനൽ ജഹലതി അന്നഹും യദ്ഊന ഇലൽ ഖൈർ. ഞങ്ങൾ ഖൈറിലേക്കാണ്, ഞങ്ങൾ നല്ലതിലേക്കാണ്, നിങ്ങളൊക്കെ നല്ലത് മുടക്കാണ്, നിങ്ങൾ നന്മ മുടക്കികളാണെന്ന് പറയുകയും അവരെല്ലാം നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണെന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു കേരളക്കാരനായ പണ്ഡിതൻ എഴുതിയതല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിൽ എഴുതാണ്, വലൈസൂ കമാ യസ്ഉമൂൻ ബൽഹും ദുആത്തുൻ ഇലന്നാർ. ഈ സ്വഭാവമുള്ള മനുഷ്യരെല്ലാം നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ. ഇവർക്കൊന്നും ഒരു സഹായവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൃത്യമായി കൊണ്ട് പഠിക്കാൻ, വിശ്വാസത്തെ, ആചാരത്തെ, അനുഷ്ഠാനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ ഖുർആനെ മുറുകെ പിടിക്കാൻ. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക, ഒറ്റക്കെട്ടായി പ്രമാണത്തെ മുറുകെ പിടിക്കലാണ് നമ്മുടെ മാർഗം. മറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന, ദീനെന്ന് പിഴച്ചു പോകുന്ന ഒട്ടനേകം വാദങ്ങളും ഒട്ടനേകം ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമാണ്. അതിലേറെയും പ്രധാനപ്പെട്ട ചിലതാണല്ലോ സൂഫിസം കടന്നു വന്നു നമ്മുടെ നാട്ടിലേക്ക്. ത്വരീഖത്തുകൾ വിവിധങ്ങളായ രൂപത്തിലായി ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വരികയാണ്. അവർ വന്ന് പ്രചരിപ്പിക്കുന്നത് ഏതാ? ത്വരീഖുൽ മുസ്തഖീമാണോ? അല്ല, അവർ സ്വന്തത്തിൻ്റെതായ ത്വരീഖത്തുകളാണ്. അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളായി തീജാനി ത്വരീഖത്താവട്ടെ, ഗോഹർ ഷാ ത്വരീഖത്താവട്ടെ, നൂറിൽ ആലന്തറ ത്വരീഖത്ത്, സിക്കന്ദറ ത്വരീഖത്ത്, 70-80 ത്വരീഖത്തുകളും മുരീദുമാരും ഷെയ്ഖുമാരും മുറബിമാരുമായി ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ തീജാനി ത്വരീഖത്തിൻ്റെ അഖിലുകാരായ മനുഷ്യരാണ് എന്തെല്ലാം പിഴച്ച വാദങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന സ്വലാത്ത് കൊണ്ടുവന്നത് തീജാനി ത്വരീഖത്തുകാരാണ്. എത്ര പേരാണ് അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?
സൂഫിസം അതിൻ്റെ പുതിയ അടയാളങ്ങളാക്കി നല്ല സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഗാനങ്ങളുടെയും ഒക്കെ കോർത്തിണക്കിയ വരികൾ ചേർത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിൻ്റെ ശരിയായ പാതക്ക് പകരമായി സൂഫിസം കൊണ്ടുവരികയാണ്. ത്വരീഖത്തിലൂടെ അതിൻ്റെ വേറെ ഒരു വേർഷം വരികയാണ്. അവിടെ ഷെയ്ഖിന് എന്തുമാകാം, മദ്യപിക്കാം, വ്യഭിചരിക്കാം, സ്വവർഗതിരതിയിൽ ഏർപ്പെടാം, ഒന്നും വിലക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കടന്നു വരികയാണ്. ഷിയായിസമാണെങ്കിൽ അപ്പുറത്ത് സ്വഹാബത്തിനെ തെറി വിളിക്കുന്ന, സ്വഹാബത്തിനെ കാഫിറാക്കുന്ന, നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ വരെ മോശമായി അവതരിപ്പിക്കുന്ന സാഹചര്യം ഷിയാക്കൾക്കിടയിലൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ തൗഹീദിൻ്റെ ആളുകളായി മാറുകയാണെങ്കിൽ നിർഭയത്വത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥ, നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതാണ് കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്താണ് സ്വർഗത്തിൻ്റെ അഹ്ലുകാർ. ആ മില്ലത്തിൻ്റെ ഏറ്റവും സവിശേഷതയാണ് തൗഹീദുള്ള ഈമാനിൻ്റെ കരുത്തുള്ള മാർഗം സ്വീകരിക്കുന്നവർ. ബിദ്അത്തായ ദീനിലില്ലാത്ത ഒരു ദിക്ർ, ദീനിലില്ലാത്ത ഒരു നിസ്കാരം, ദീനിലില്ലാത്തൊരു നോമ്പ് അവരുടെ വഴിയിലില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയതായി കൊണ്ടുവരുന്നതെല്ലാം നാശത്തിലാണ്. നാശം അതെവിടെയാണ്? നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മഹത്തായ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ദീനിയായ ശാഖാ തസ്ഫീകൾ മുതൽ അയൽക്കൂട്ടങ്ങൾ വരെ, അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നു. ജനങ്ങളുമായി ഓൺലൈനിലും ഓഫ്ലൈനിലുമായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ വഴിയും ജമീൽ ആപ്പ് വഴിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊട്ടനേകം ദൗത്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ പച്ചയായി ഭയപ്പാടില്ലാതെ, യാതൊരു ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ ഹക്ക് പറയാൻ, ദീന് പറയാനുള്ള അവസരങ്ങൾ ഇനിയും നമുക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു 2 മാസക്കാലത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു 1,00,000 രൂപയുടെ ചെലവ് നമുക്ക് വന്നിട്ടുണ്ട്. അനേകം പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യമാകുന്നവരൊക്കെ സഹായിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ ഇതുപോലെ അങ്ങാടികളിൽ കയറി ചെന്ന് സംസാരിക്കാനുള്ള നല്ലൊരു വേദി, ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് സത്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അതിലേക്ക് ഒരു ജാരിയായി വലിയ പ്രതിഫലം കിട്ടുന്ന സ്വതക്കു വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കുളക്കാട്, വളാഞ്ചേരി അടുത്തുള്ള കുളക്കാട് പ്രദേശത്ത് വരുന്ന മെയ് 10-ാം തീയതി ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം, റഫീഖ് സലഫി എന്നിവർ പങ്കെടുക്കുന്ന ഒരു തസ്ഫിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു പുതിയ ഏരിയ എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തവും സജീവമായ പ്രാർത്ഥനയും ആവശ്യമുണ്ട് എന്ന് മാത്രം ഉറപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.